നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ ഹലോ. അവൾക്ക് ദേഷ്യം വന്ന ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. ഒന്നും കാര്യമാക്കരുത്. ഞങ്ങൾ KSEB വിളിച്ച് പറഞ്ഞോളാം. നിങ്ങൾ എത്ര മാന്യമായിട്ടാ സംസാരിക്കുന്നത്. ആ പോർഷനിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലേ എന്തൊരു മനസമാധാനമായിരുന്നേ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ KSEB വിളിക്കാം. തന്റെ ഔദാര്യൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരു രാത്രി ഇരുട്ടത്ത് കഴിഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾ ചത്തു പോകുന്നില്ല. എന്നാ അനുഭവിച്ചോ. എന്തൊക്കെ ഈ പറയുന്നേ? എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരൊറ്റ ദിവസം എന്റെ മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് അതും അവള് കാരണോ? അവരെ ഞാൻ വെറുതെ വിടില്ല. മോള് കഴിക്ക്. അമ്മ എന്തിനാ എന്നോട് ഇത്രയും താഴ്ന്ന് സംസാരിക്കുന്ന? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ പോലെ ഞാനും ദേഷ്യപ്പെടണം. ന്യായമുണ്ടെങ്കിൽ ദേഷ്യപ്പെടാം. അമ്മ ഇതയാള് കരുതി കൂട്ടി ചെയ്തതാ. അയാൾ തന്നെ അതിന് കാരണം. മോളെ, നിന്റെ സംശയം ശരി തന്നെയാ. ഇത് അവന്റെ പണി തന്നെയാ. കേട്ടല്ലോ. അല്ല, ഇവിടുത്തെ മോൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ പറ്റുമ്പോൾ അത് ചെയ്യില്ലേ? അതുപോലെ തന്നെയാ ഹരിയുടെ കാര്യവും. കല്യാണിക്ക് മനസ്സിന് വേദന തട്ടിന്ന് പറഞ്ഞ അവനത് സഹിക്കുകയല്ല. അതെ, കരണ്ട് പോയ കാര്യം നാളെ മോള് തന്നെ അവനോട് നേരിട്ട് ചോദിക്ക്. ഫ്യൂസ് ഊരിയതാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാന്നേ. അയ്യോ, അത് എന്നിട്ട് ഇപ്പൊ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാം. രാത്രിയായില്ലേ മോളെ, നാളെ നേരം വെളുക്കട്ടെ. അതെ. അതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ കൊതുകടി കൊള്ളണോ? ഒരു ഫാൻ പോലും ഇല്ലാതെ ചൂടത്ത് കിടക്കണോ? നമ്മൾ എന്താ അയാളുടെ അടിമകളാണോ? പറഞ്ഞു നീ പെരുപ്പിക്കാതെ. ഒരു ദിവസം കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ് അത് ശീലിക്കണ്ടേ? നീ ചെന്നകത്തിരിക്കെ. ചെല്, പോ. ഇവരെ പരസ്പരം യുദ്ധം ചെയ്ത് കാണുമ്പോഴേ ഇതൊക്കെ അവസാനിപ്പിച്ച് ഒന്നിക്കാനുള്ളവരെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എല്ലാ പിണക്കവും അവസാനിപ്പിച്ച് അവരൊന്നാവണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.